Good morning to all. Page number 11. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫോർമാറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഈ പറയുന്ന റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ? ആ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നാണ് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്കൊരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ ഈ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 6 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നു. നോക്കിക്കേ. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫ്രം റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സാണ് തന്നിരിക്കുന്നത്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ആദ്യം പഠിച്ചത്. സോ ആദ്യം പറയുന്നത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് നമുക്കറിയാം, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് അല്ലേ? ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ആയിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം, ഇവിടെ ഒരു ക്ലോസിംഗ് ബാലൻസും ഉണ്ടാവാം. ഇനി ക്ലോസിംഗ് ബാലൻസ് ഈ സൈഡിലാണ് വരുന്നതെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. അപ്പം ഇവിടെ എന്താണ്? ഒരു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ ഇൻഫർമേഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാം. ഓപ്പണിംഗ് ബാലൻസ്, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെ ആവശ്യം ഇല്ല. സോ അതാണ് ഫസ്റ്റ് പറയുന്നത്. ഒമിറ്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇനി സെക്കൻഡ് പറയുന്നത് റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞത്? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ നേച്ചറുള്ള ഐറ്റങ്ങളും റവന്യൂ നേച്ചറുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് മാത്രമേ അവിടെ ഉൾപ്പെടുത്തത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും റവന്യൂ നേച്ചറുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പെൻസുകളാണ് നോക്കുന്നത്. അപ്പോൾ റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നോക്കാം. റവന്യൂ എക്സ്പെൻസസ് ഫോർ ദ കറണ്ട് ഇയർ. അതും ശ്രദ്ധിക്കണം. റവന്യൂ ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഉൾപ്പെടുത്തത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ് കറണ്ട് ഇയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ വർഷത്തെ ഇൻകംസ് അല്ലെങ്കിൽ ഈ വർഷത്തെ എക്സ്പെൻസുകൾ, ഈ വർഷം അതാണ് കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ആ കറണ്ട് ഇയറിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെയോ ഇനി വരാൻ പോകുന്ന വർഷത്തെയോ കാര്യങ്ങളൊന്നും നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തത്തില്ല. നോക്കിക്കേ. റവന്യൂ എക്സ്പെൻസസ് ഫോർ ദ കറണ്ട് ഇയർ ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. റവന്യൂ എക്സ്പെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയർ ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻസുകൾ തന്നെ എടുക്കണം. ഇനി റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായിട്ട് ആ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചിലവുകൾ, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഉണ്ടാവുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു. ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണ് സാലറി കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച ഒരു ചിലവാണ്. അതെന്ന് പറയുന്നത് എന്താ? എല്ലാ മാസവും കൊടുക്കണം, തുടർച്ചയായിട്ട് ഉണ്ടാവുന്ന ഒരു ചിലവാണ്. അതെന്താണ്? റവന്യൂ എക്സ്പെൻസ് ആണ്. അല്ലെങ്കിൽ എന്താണ്? അവർ ആ ഒരു സ്ഥാപനത്തിന് റെൻറ്റ് കൊടുക്കണം, ആ ഒരു ഓർഗനൈസേഷൻ ഇരിക്കുന്ന ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കണം. റെൻറ്റ് നമുക്കറിയാം എല്ലാ മാസവും കൊടുക്കേണ്ടതാണ് അല്ലേ? റെൻറ്റ് എല്ലാ മാസവും കൊടുക്കണം, തുടർച്ചയായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതെന്താണ്? റവന്യൂ എക്സ്പെൻസ് ആണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ചിലവല്ല.
ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പം മെഷീനറി പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു. ഇതൊക്കെ എന്താണ് എപ്പോഴും ചെയ്യുന്ന കാര്യമാണോ? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അത് ഒരിക്കൽ നടക്കുന്ന കാര്യമാണ് അല്ലേ? ഇനി മെഷീനറി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ കാലാവധി അനുസരിച്ച്, അത് ഉപയോഗിക്കാൻ പറ്റാവുന്ന കാലപരിധി അനുസരിച്ച് നമ്മളത് ഉപയോഗിക്കും. അതിനുശേഷമേ അടുത്തത് മേടിക്കുകയുള്ളൂ. അല്ലാതെ 2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഫിക്സഡ് അസറ്റ് ഒന്നും മേടിക്കുന്നില്ല. അപ്പം റെഗുലറായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളാണ് ക്യാപിറ്റൽ എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ റവന്യൂ എക്സ്പെൻസ് കറണ്ട് ഇയർ, അപ്പോൾ കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെ നിന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നല്ലേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് ഇയറിലെ, അതായത് ഈ വർഷം, ഈ പറയുന്ന നമ്മൾ ഏത് വർഷമാണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആ വർഷത്തെ റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എവിടെ നിന്നാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്? ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും കറണ്ട് ഇയറിലെ റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് പറയുന്നത് റവന്യൂ എക്സ്പെൻസ് ഫോർ ദ കറണ്ട് ഇയർ ആർ ടു ബി ഐഡൻറ്റിഫൈഡ് ഫ്രം ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും കറണ്ട് ഇയറിലെ ഈ വർഷത്തെ റവന്യൂ എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ പഠിക്കുക. ഇനി മലയാളം വേണ്ടവർ മലയാളത്തിൽ സൈഡിൽ എഴുതി വെച്ചോളുക, ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഇനി അവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ ചെലവുകൾ. പ്രീപെയ്ഡ് അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ പ്രീപെയ്ഡ്, നേരത്തെ പേ ചെയ്ത എക്സ്പെൻസുകൾ അല്ലേ? ഇപ്പോൾ പ്രീപെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ട് ഇയറിലെ കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പ്രീപെയ്ഡ് ആയിട്ടോ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടോ ഉള്ള ചിലവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെയാണെന്ന് നമ്മൾ ഇനി മുമ്പോട്ടുള്ള പോർഷൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് ആ അഡ്ജസ്റ്റഡ് ഫിഗർ, നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി കിട്ടുന്ന ഫിഗർ ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതാണ് ഇനി പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ആർ ടു ബി മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് ഫോർ പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസിനും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇഫ് എനി, അങ്ങനെ ഉണ്ടെങ്കിൽ. ഇഫ് എനി എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് പ്രീപെയ്ഡ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ എന്താണ് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് ഈ അഡ്ജസ്റ്റഡ് ഫിഗർ വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ. അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കറണ്ട് ഇയറിലെ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കറണ്ട് ഇയർ എക്സ്പെൻസിൽ നിന്നും ലെസ് ചെയ്യണം. കാരണം എന്താണ്? കറണ്ട് ഇയറിലെ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഉൾപ്പെടുത്തത്തുള്ളൂ. സോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റഡ് ഫിഗർ വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ. എപ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്താണ്? കറണ്ട് ഇയർ റവന്യൂ എക്സ്പെൻസ് മാത്രം കാണിക്കുക. സോ മിനിമം നിങ്ങൾ ഈ ഒരു പോയിന്റ് എങ്കിലും പഠിക്കാൻ, ഈ ഒരു സെൻറ്റൻസ് ഇവിടെ വരെയെങ്കിലും പഠിക്കുക. ഈ കാര്യങ്ങളും ഓർമ്മയിൽ ഉണ്ടാവണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം. എന്നിട്ട് വേണം അഡ്ജസ്റ്റഡ് ഫിഗർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കാൻ. നമുക്കറിയാം എക്സ്പെൻസുകൾ എവിടെയാണ് നമ്മൾ കാണിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ്. അപ്പം ഇങ്ങനെയുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെ നിന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇൻകം ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും അല്ലേ? അപ്പം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും റവന്യൂ നേച്ചറുള്ള കറണ്ട് ഇയർ എക്സ്പെൻസുകൾ ശ്രദ്ധിക്കണം. റവന്യൂ നേച്ചറുള്ള, എന്താണ് റവന്യൂ നേച്ചർ എന്ന് പറഞ്ഞു? റവന്യൂ നേച്ചറുള്ള കറണ്ട് ഇയർ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത്
ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതും. അതായത് എക്സ്പെൻഡിച്ചറുകൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ എഴുതും. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഇയർ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യനിൽ ഇൻ കേസ് കറണ്ട് ഇയർ മാത്രമുള്ളെങ്കിൽ കറണ്ട് ഇയർ തന്നെ എഴുതുക. ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഈ കറണ്ട് ഇയറിൻ്റെ കൂടെ ആഡ് ചെയ്യണം, പ്രീപെയ്ഡ് ലെസ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ആ അഡ്ജസ്റ്റഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ അതിനുശേഷം കിട്ടുന്ന ഫിഗർ ആയിരിക്കണം ഇവിടെ കാണിക്കേണ്ടത്. സോ അപ്പോൾ ഓർക്കുക, നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എവിടെ നിന്നാണ്? ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ആണ് എന്ത് എടുക്കുന്നത്? എക്സ്പെൻസുകൾ എടുക്കുന്നത്. ഇപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടമാണ് അല്ലേ, ഈ സൈഡാണ്. ഈ സൈഡിലെ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്കറിയാം പേയ്മെൻറ്റ്സുകൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ഈ ക്രെഡിറ്റ് സൈഡിലെ കാര്യങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എന്താണ്? ഡെബിറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റ് വരും. അതുപോലെ തന്നെ എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ റെസീറ്റ്സുകൾ റിസീവ് ചെയ്ത കാര്യങ്ങൾ അത് ഇൻകമാണ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുമ്പം നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റിലേക്കും വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മൾ റവന്യൂ എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? റവന്യൂ ഇൻകംസും ഐഡൻറ്റിഫൈ ചെയ്യണം. റവന്യൂ ഇൻകംസ് ഏതാണ്? കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ്. കണ്ടോ? റവന്യൂ ഇൻകം ഓഫ് കറണ്ട് ഇയർ ആർ ടു ബി ഐഡൻറ്റിഫൈഡ്. റവന്യൂ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി കിട്ടുന്ന വരുമാനങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള റവന്യൂ ഇൻകംസ് കറണ്ട് ഇയറിലെ ഈ വർഷത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്നും. ഡെബിറ്റ് സൈഡ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നാണ് എക്സ്പെൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? റവന്യൂ ഇൻകംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ഇതും മിനിമം ഇവിടെ വരെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. സോ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എക്സ്പെൻസുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അക്രൂഡ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഫോർ അക്രൂഡ് ഇൻകം ഫോർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഫോർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് അക്രൂഡ് ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ അക്രൂഡ് ഇൻകംസ് തന്നിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന കറണ്ട് ഇയർ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പം ഇതും ഓർത്തിരിക്കുക. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്തതുപോലെ തന്നെ ഇൻകത്തിൻ്റെ കേസിൽ വരുമ്പം അക്രൂഡ് ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമ്മൾ എക്സ്പെൻസിൻ്റെ കേസിൽ പ്രീപെയ്ഡ് കുറച്ചതുപോലെ ഇവിടെ എക്സ്പെൻസിൻ്റെ കേസിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ചതുപോലെ ഇൻകത്തിൻ്റെ കേസ് വരുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇൻകം എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ട് അഡ്ജസ്റ്റഡ് ഫിഗർ വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ. ഇത് എപ്പോഴാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഇങ്ങനെ അക്രൂഡ് ഇൻകമോ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്ത ഇൻകമോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കേസിൽ മാത്രം. ഇല്ലാത്ത കേസിൽ കറണ്ട് ഇയറിലെ ഇൻകം മാത്രം നമ്മൾ എടുത്താൽ മതി. ഇൻകം എവിടെയാണ് നമ്മൾ എഴുതുന്നത്? ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ. ഇൻകംസ് എവിടെ എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന റെസീപ്റ്റ്സ്, ആ റെസീപ്റ്റ്സിൽ കറണ്ട് ഇയറിലെ റവന്യൂ ഇൻകംസ് നമ്മൾ നേരെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോകുന്നു. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിലേക്ക് വരുന്നു. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ളത് ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് വരുന്നു. ഒന്നും കൂടി ശ്രദ്ധിക്കുക. എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ, ഡെബിറ്റ് സൈഡിലുള്ളത് റെസീപ്റ്റ്സ് ആണ്. ആ റെസീപ്റ്റ്സ് അല്ലെങ്കിൽ ഇൻകംസ് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലുള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നു. ഇവിടുത്തെ ക്രെഡിറ്റ് ഇവിടുത്തെ ഡെബിറ്റിൽ വരുന്നു, അവിടുത്തെ ഡെബിറ്റ് ഇവിടുത്തെ ക്രെഡിറ്റിൽ വരുന്നു. ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ എഴുതുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിനാണ് പറഞ്ഞത്.
അപ്പം നിങ്ങൾ എങ്ങനെയാണേലും ഓർത്തിരുന്നാൽ മതി, റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ സംബന്ധിച്ച് റെസീപ്റ്റ്സ് ഡെബിറ്റ് ചെയ്യുന്നു, പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നു, ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യുന്നു. സോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് എന്തെങ്കിലും ട്രേഡിംഗ് ആക്ടിവിറ്റി, കച്ചവടങ്ങൾ എന്തെങ്കിലും ഇവർ ഈ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടല്ലെങ്കിൽ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ കൂടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യണം. സോ അതാണ് പറയുന്നത്, ഇഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ക്യാരീസ് ഓൺ ട്രേഡിംഗ് ആക്ടിവിറ്റി. അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റി ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി, കച്ചവട പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എ സെപ്പറേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. പ്രത്യേകിച്ച് വേറെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ദ റിസൾട്ടൻറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഷുഡ് ബി ടേക്കൻ ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് ആ ട്രേഡിംഗ് അക്കൗണ്ട്, എന്തെങ്കിലും ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി, കച്ചവട പ്രവർത്തനങ്ങൾ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന നോട്ട് ഫോർ പ്രോഫിറ്റ് എൻറ്റിറ്റീസ് എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് വേറെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൂടാതെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഉണ്ടാവും അല്ലേ? ആ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതും. അപ്പം ഇവിടെ നോക്കി, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും എഴുതണം. ഇനി മേക്ക് പ്രൊവിഷൻസ്. Make provision for bad debt and depreciation and debit them in income and expenditure account. ഡിപ്രിസിയേഷനും ബാഡ് ഡെപ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഡിപ്രിസിയേഷനും ഈ പറയുന്ന ബാഡ് ഡെപ്റ്റിനുമൊക്കെ പ്രൊവിഷൻ മേക്ക് ചെയ്യുക. പ്രൊവിഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെയും ഡിപ്രിസിയേഷൻ്റെയും പ്രൊവിഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ബാഡ് ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിപ്രിസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ബാലൻസിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ എന്താണ്? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാം ചെയ്തു. അതായത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ ഇഗ്നോർ ചെയ്തു, ഒഴിവാക്കി, അതെടുത്തില്ല. അതിനുശേഷം എന്താണ്? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡിലെ റവന്യൂ നേച്ചറുള്ള കറണ്ട് ഇയറിലെ എക്സ്പെൻസുകൾ എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള റെസീപ്റ്റ്സിൽ റവന്യൂ ഇൻകംസ് കറണ്ട് ഇയറിലെ നമ്മൾ എന്ത് ചെയ്തു? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം ഇനി എന്താണ്? ഇനി സെപ്പറേറ്റ് ട്രേഡിംഗ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുന്ന ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ എന്ന് കമ്പ്യൂട്ട് ചെയ്തു. അതിനുശേഷം എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, ഗ്രോസ് ലോസ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിൽ എഴുതി. ഇനി പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിപ്രിസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും എന്താണ്? ഒരുപോലെ വരണം, ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പം ഇവിടെ എന്താണ്? നോക്കിക്കേ, ഇവിടെ അതാണ് നമ്മളിനി അടുത്തത് ലാസ്റ്റായിട്ട് പറയാൻ പോകുന്ന ബാലൻസിങ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ നോക്കിക്കേ, എക്സ്പെൻസ് സൈഡ് കുറവും, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, അതായത് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. ഈ സൈഡ് കുറവും ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുമാണെങ്കിൽ എന്താണ്? സർപ്ലസ് ആയിരിക്കും. അതേസമയം എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണെങ്കിൽ എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എഴുതും, ഇവിടെ നെറ്റ് ലോസ് എഴുതും അല്ലേ? ബാലൻസിങ് ഫിഗർ ഇവിടെ വന്നാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ്. ഇവിടെയാണെങ്കിൽ എന്താ? നെറ്റ് ലോസ്. അതിന് പകരം നമ്മളിവിടെ സർപ്ലസ് എന്ന് എഴുതുന്നു, നെറ്റ് ലോസിന് പകരം ഡെഫിസിറ്റ് എന്ന് എഴുതുന്നു. ഓർക്കുക, ഇൻകം കൂടുതലും
എക്സ്പെൻഡിച്ചർ കുറവും. അപ്പോൾ ഇവിടെയല്ല കുറവ് വരുന്നത്, അപ്പം ബാലൻസിങ് ഫിഗർ ഇവിടെയല്ലേ വരുന്നത്, അവിടെ സർപ്ലസ് എന്ന് എഴുതണം. ഇനി ഇവിടെ എക്സ്പെൻസ് കൂടുതൽ, ചെലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ എന്താ, ഡെഫിസിറ്റ് ആയിരിക്കും, കുറവായിരിക്കും. അത് ഇവിടെ എഴുതണം. ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ബാലൻസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇഫ് ദർ ഈസ് സർപ്ലസ്. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ ഇൻകം, ചെലവ് കുറവും വരുമാനം കൂടുതലുമാണെങ്കിൽ സർപ്ലസ് ആണ് വരുന്നത്. അത് ക്രെഡിറ്റ് സൈഡ് ഹെവിയർ ആയിട്ട് കാണിക്കും. അതായത് ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ വരും, ഡെബിറ്റ് സൈഡിൽ കുറവും. ക്രെഡിറ്റ് സൈഡ് ഹെവിയർ ആവുക എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആണ് എഴുതുന്നത്, അപ്പോൾ ഇൻകം കൂടുതലും എക്സ്പെൻസ് ഡെബിറ്റിലുള്ളത് കുറവുമായിരിക്കും. ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഇങ്ങനെ സർപ്ലസ് ആണെങ്കിൽ, സർപ്ലസ് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നതെന്നാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻകം കൂടുതലും ചെലവ് കുറവും, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനമുള്ളപ്പോൾ. അതാണ് ഇവിടെ എക്സ്പെൻഡിച്ചർ, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ, ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ. അതായത് ഒന്നും കൂടി പറയുവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഹെവിയർ ആകും. ഹെവിയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, അതായത് ക്രെഡിറ്റിൽ നമ്മൾ ഇൻകം ആണ് എഴുതുന്നത് ഇത്, അപ്പോൾ ആ ഒരു ക്രെഡിറ്റ് സൈഡ് കൂടുതലാവുന്ന സാഹചര്യത്തിലാണ് സർപ്ലസ് വരുന്നത്. അങ്ങനെ സർപ്ലസ് ഉണ്ടായാൽ അത് എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എഴുതുന്നത്. അപ്പം ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യണം. ഓൺ അതർ ഹാൻഡ് ഇഫ് ദെയർ ഈസ് ഡെഫിസിറ്റ്. ഇനി അവിടെ ഡെഫിസിറ്റാ, സർപ്ലസ് അല്ല, ഡെഫിസിറ്റ് ആണ്. ഡെഫിസിറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഇൻകത്തേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ, വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും ഹെവിയർ അല്ലേ, ഡെബിറ്റ് സൈഡിലാണ് എക്സ്പെൻഡിച്ചർ എഴുതുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെങ്കിൽ, അതായത് ഇൻകം കുറവും ചിലവ് കൂടുതലുമാണെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അങ്ങനെ ഡെഫിസിറ്റ് ഉണ്ടായാൽ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഫണ്ട്. എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് കുറയ്ക്കണം. സോ ഇത്രയേ ഉള്ളൂ. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഈ സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം ഇത്രയും ഈ ഒരു 6 പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ബാലൻസിങ് ഫിഗർ ഇഫ് ദെയർ ഈസ് സർപ്ലസ് ഈസ് ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട്, ദെൻ ഇഫ് ദെയർ ഈസ് ഡെഫിസിറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ ഫണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇത് നോക്കണം. ഓക്കെ, ഇതും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ഏതെങ്കിലും പോയിന്റ്സ് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ, ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുന്നില്ല, മലയാളം വേണം, ഇല്ലെങ്കിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.